നമസ്കാരം. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ സ്വന്തം അനുജനെയും ഗേൾഫ്രണ്ടിനെയും മുത്തശ്ശിയെയും ഉൾപ്പെടെ 5 പേരെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയ അഫാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മതിയായ ശിക്ഷ കൊടുക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥ പര്യാപ്തമാണോ എന്നതാണ് എൻ്റെ ചോദ്യം. കാരണം നമ്മുടെ ശിക്ഷാ വ്യവസ്ഥ വെച്ചിട്ട് പരമാവധി അവന് കിട്ടാൻ പോകുന്നത് ഒരു തൂക്കുമരണമായിരിക്കും. എന്നാൽ അവനെ സംബന്ധിച്ച് തൂക്കുമരണം എന്ന് പറയുന്നത് ഒരു ചെറിയ സമ്മാനം പോലെയായിരിക്കും അനുഭവപ്പെടുക. കാരണം മരിക്കാൻ അവന് യാതൊരു മടിയുമില്ല. അവൻ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഭീകരത അനുസരിച്ചുള്ള ശിക്ഷ നൽകാൻ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. നമ്മുടെ നിയമവ്യവസ്ഥയിൽ ചില നീചമായിട്ടുള്ള അതിഹീനമായിട്ടുള്ള കേട്ടാൽ ആൾക്കാർ ഭയക്കുന്ന തരത്തിലുള്ള ചില ശിക്ഷാരീതികൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യത്വരഹിതമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരോട് മനുഷ്യത്വം കാണിക്കേണ്ട കാര്യമില്ല. അഫാനെ പോലെ ഒരു കൊടിയ ക്രിമിനലിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്ര നീചനായിട്ടുള്ള ഒരു കുറ്റവാളിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവന് ഒരു സാധാരണ ക്രിമിനലിന് കൊടുക്കുന്ന ശിക്ഷ കൊടുത്താൽ അത് നമ്മുടെ നിയമവ്യവസ്ഥ ചെയ്യുന്ന അന്യായമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടു കാണും. അതിൽ ഞാൻ ഇവൻ്റെ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ സാഹചര്യ സാധ്യതകളാണ് പറഞ്ഞിരുന്നത്. 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ. രണ്ടാമത്തേത്, ഏറെക്കാലമായിട്ട് ഇവൻ്റെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകൾ. മൂന്നാമത്തേത്, ചില സിനിമകളുടെ സ്വാധീനങ്ങൾ. ഇത് 3ഉം 100% ശരിയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ സംഭവത്തെക്കുറിച്ച് അറിയുമ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവരുടെ കുടുംബത്തിന് വളരെ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. അതുകൂടാതെ അവൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ രോഗമുണ്ട്. അവൻ്റെ പിതാവ് 7 കൊല്ലമായിട്ട് സൗദി അറേബ്യയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങേർക്ക് അവിടെ നിന്നും ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് അവിടെ വളരെയധികം കടമുള്ളത്. അങ്ങനെ വർഷങ്ങളായിട്ട് അവിടെ കടം പേർ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നാട്ടിലേക്കൊന്നും അയച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ നിന്നും അങ്ങോട്ടാണ് പണം അയച്ചു കൊടുത്തിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഏതാണ്ട് 75 ലക്ഷത്തോളം കടം ഇവർക്കുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ സാമ്പത്തിക അവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരു വീട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാരുടെയും അവസ്ഥ അത്യന്തം ദുഷ്കരമായിരിക്കും. ഇങ്ങനെ ദുഷ്കരമായിട്ടുള്ള സാഹചര്യത്തിൽ പലരും എത്തിപ്പെടുന്നത് വിവേകമില്ലാത്ത ജീവിത രീതി കൊണ്ടാണ്. പണം കൈകാര്യം ചെയ്യാൻ അറിയില്ല. ചില ആൾക്കാർക്ക് കൂടുതൽ പണം ഉണ്ടാക്കണം, സമ്പത്തുള്ള ആൾക്കാരായിട്ട് മാറണം, എന്നിട്ട് മറ്റുള്ളവരെ കാണിക്കണം എന്ന മോഹമുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പലയിടത്തു നിന്നും പണം കടമെടുത്ത് ഇവർ പലതും ചെയ്യും. വീട് വെക്കും, വണ്ടി വാങ്ങും. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കരുതും അവർക്ക് ആവശ്യം പോലെ പണമുണ്ട്, അവർ ആഡംബരത്തിൽ ജീവിക്കുന്നുവെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ സ്ഥിതി അത്യന്തം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥയായിരിക്കും. അങ്ങനത്തെ ഒരവസ്ഥയിലെത്തുമ്പോൾ ഇതാണ് തങ്ങളുടെ അവസ്ഥ എന്ന് മറ്റുള്ളവർ അറിയുന്നത് ഇവർക്ക് വലിയ ക്ഷീണമാണ്. കാരണം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പത്രാസുകൾ ഇവർ കാട്ടിക്കൂട്ടുന്നത്. കയ്യിലുള്ള പണമനുസരിച്ച്, വരുമാനമനുസരിച്ച് ജീവിക്കുക എന്നൊരു രീതി നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കുമില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബം എത്തിപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ചില ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യും, കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യും. ചിലർ ഒറ്റയ്ക്ക് പോയി ആത്മഹത്യ ചെയ്യും. മറ്റു ചില ആൾക്കാർ വരുന്നത് വരട്ടെ എന്ന് കരുതി ഈ പ്രശ്നത്തെ നേരിടാൻ ശ്രമിക്കും. എല്ലാം പോയാലും ശരി, എനിക്കെൻ്റെ ശരീരവും മനസ്സുമുണ്ടല്ലോ, ഞാൻ ജോലി ചെയ്ത് ജീവിക്കുമെന്ന് കരുതി ആ രീതിയിൽ പോകുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ ഈ അഫാൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇവൻ ചെയ്തത് ഇതൊന്നുമല്ല. ഇവൻ ഈ കടങ്ങൾ എങ്ങനെ വീട്ടാൻ പറ്റും? എനിക്ക് 23 വയസ്സുണ്ട്, ഞാൻ ഏതെങ്കിലും തൊഴിലിലേർപ്പെട്ട് കുറേശ്ശെയെങ്കിലും എനിക്കത് വീട്ടാൻ പറ്റും എന്നുള്ളൊരു ചിന്തയോടുകൂടി ഏതെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അവനെ സംബന്ധിച്ച് അവന് സുഖമായിട്ട് ഇങ്ങനെ നടക്കണം, അവന് ബൈക്ക് വേണം, കാറ് വേണം, പണം വേണം, ആ രീതിയിലൊക്കെ പോകണമെന്നല്ലാതെ ഉത്തരവാദിത്വത്തോടുകൂടി ജോലി ചെയ്യാനോ പണം ഉണ്ടാക്കാനോ അവന് താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവൻ ജന്മനാ തന്നെ ഒരു യൂസ്ലെസ് വ്യക്തിയാണ്. അതായത് സ്വന്തമായിട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി ജീവിക്കാൻ ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് വലിയ കടവും ഒരു കാലത്ത് തീരും. നമുക്കുണ്ടാകുന്ന ഏത് വലിയ പ്രശ്നവും, അതായത് സാമ്പത്തികമായാലും മറ്റെന്ത് തന്നെയായാലും ശരി, മറികടക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ കരുത്താണ്. ആ മനസ്സിൻ്റെ കരുത്ത് ഉപയോഗിച്ച് നമ്മൾ അധ്വാനിക്കുകയും ശരിയായ വഴിയിലൂടെ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തെയും നമുക്ക് മറികടക്കാൻ പറ്റും. എന്നാൽ ഇവനെ സംബന്ധിച്ച് ഇവൻ അങ്ങനെയുള്ള വഴികൾക്കൊന്നും പോകാതെ കടത്തെ നേരിടാൻ വേണ്ടി അവൻ കൂടുതൽ കടം വാങ്ങുകയാണ് ചെയ്തിരുന്നത്.
അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇവൻ ഇത്തരത്തിലുള്ള ഒരു കൊടിയ കുറ്റകൃത്യം ചെയ്തപ്പോൾ ആ കുറ്റകൃത്യം എന്തുകൊണ്ടാണ് ഏറ്റവും നീചമായ ഒരു കുറ്റകൃത്യമാണെന്ന് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, സാധാരണ മട്ടിൽ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നത് എപ്പോഴും വൈരാഗ്യമുള്ള ആരെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയായിരിക്കും. അതായത് ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഗതി കെട്ടിട്ടൊക്കെയാണ് പലപ്പോഴും പല ആൾക്കാരും കൊലപാതകത്തിലേക്ക് പോകുന്നത്. അങ്ങനെ പോയാൽ പോലും അത് വളരെ വലിയ കുറ്റമാണ് നമുക്കറിയാം. പിന്നെ ചില ആൾക്കാർ സംശയരോഗത്തിൻ്റെ പേരിൽ സ്വന്തം ഭാര്യയെയോ ഭർത്താവിനെയൊക്കെ കൊലപ്പെടുത്താറുണ്ട്. എന്നാൽ ഇവൻ്റെ കാര്യത്തിൽ ഇവൻ കൊന്നിട്ടുള്ള ഒരാൾ പോലും ഇവൻ്റെ ശത്രുക്കൾ ആയിരുന്നില്ല എന്നുള്ളതാണ് ഇവൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ഭീകരത അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇവൻ കൊന്നത് ആരെയൊക്കെയാണ്? ഇവൻ ഒന്നാമത് കൊന്നത് ഇവൻ്റെ മുത്തശ്ശിയാണ്. ഇവൻ്റെ മുത്തശ്ശി ഇവനെ സ്നേഹിച്ചിരുന്നു. അവർക്ക് ഇവനെ വലിയ കാര്യമായിരുന്നു. പലപ്പോഴും അവർ ഇവന് പണം നൽകി സഹായിച്ചിട്ടുണ്ട്. ഇവൻ്റെ അച്ഛനും ഇവൻ്റെ അമ്മയും ഇവനും ചേർന്നുണ്ടാക്കിയ കടത്തിൻ്റെ ഉത്തരവാദിത്വം ഒരിക്കലും അവൻ്റെ മുത്തശ്ശിക്കില്ല. അപ്പോൾ ആ മുത്തശ്ശി അവനോട് യാതൊരു വിധമായിട്ടുള്ള ദ്രോഹവും ചെയ്തിട്ടില്ല. അവരവനെ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവരൊരിക്കലും ഇവനെ സംശയിച്ചിട്ടില്ല. കാരണം ഇവൻ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുമെന്നുള്ളത് അവരുടെ വിദൂര ചിന്തകളിൽ പോലും വന്നിട്ടില്ല. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവന് നിസ്സാരമായിട്ട് കീഴ്പ്പെടുത്താൻ പറ്റാവുന്ന പ്രായമുള്ള ഒരു സ്ത്രീയെയാണ് ഇവൻ വെറും ഒരു സ്വർണ്ണമാലയ്ക്ക് വേണ്ടി അടിച്ചു വീഴ്ത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ സ്ത്രീ അങ്ങനെ ഒരു കാര്യം, അതായത് ഈ വരുന്നവൻ എൻ്റെ ശത്രുവാണ്, ഇവൻ എന്നെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നവരുടെ മനസ്സിലൊരു ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കരുതലെടുക്കും. എന്നാൽ അവർ ഇവനെ എപ്പോഴും സ്നേഹിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ വീട്ടിൽ വരുമ്പോൾ അവരൊരിക്കലും ചിന്തിക്കില്ല ഇവൻ എന്നെ കൊല്ലാൻ വന്നാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രായമായ സ്ത്രീയെ, അവൻ്റെ സ്വന്തം ഉമ്മുമ്മയെ ഒരു മടിയുമില്ലാതെ അവന് കൊല്ലാൻ സാധിച്ചെങ്കിൽ അവനെ ലോകം കണ്ട ഏറ്റവും നീചനായ ഒരു ക്രിമിനലാണ്. രണ്ടാമത് അവൻ കൊല്ലുന്നത് ഇവൻ്റെ വാപ്പയുടെ സഹോദരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ്. അവരുടെ കാര്യവും ഇത് തന്നെയാണ്. അവരും ഇവനെ സ്നേഹിച്ചിരുന്നു. ഇവന് പലപ്പോഴും പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ വരുത്തി വെക്കുന്ന കടങ്ങൾ മറ്റൊരാൾക്ക് ഒരിക്കലും ഏറ്റെടുക്കാൻ പറ്റില്ല. എല്ലാവരും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു ബന്ധു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹായിക്കാൻ പറ്റില്ല. കാരണം എനിക്കെൻ്റെ കാര്യം മാത്രമേ നോക്കാൻ പറ്റൂ. ചെറിയ തോതിലൊക്കെ നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റും. പക്ഷേ ഒരാൾ വരുത്തി വെച്ചിരിക്കുന്ന ഭീകരമായിട്ടുള്ള കടങ്ങളൊന്നും ഏറ്റെടുക്കാൻ ലോകത്താർക്കും പറ്റില്ല. അംബാനി പോലും ഏറ്റെടുക്കത്തില്ല ആരുടെയും കടം. അപ്പോൾ ഇവൻ അവിടെ ചെന്ന് ഇവന് പണം കൊടുത്തില്ല, ചോദിച്ചപ്പോൾ പണം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവൻ അടിച്ചു വീഴ്ത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവരൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഇവനിങ്ങനെ ചെയ്യുമെന്ന്. അതായത് ഈ വ്യക്തി അവരുടെ ശത്രുവല്ല, അവരുടെ ബന്ധുവാണ്. ഇവൻ പലപ്പോഴും അവിടെ ചെന്നിട്ടുണ്ട്, അവരിവനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരാൾ അപ്രതീക്ഷിതമായിട്ട് തങ്ങളെ ആക്രമിക്കും എന്ന് അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വളരെ ലാഘവത്തോടെ വളരെ സാധാരണമായിട്ട് ഈ സമയത്ത് ഇവനോട് തലയിൽ ചുറ്റി വെച്ചടിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഇവനിലുള്ള വിശ്വാസത്തെ ഇവൻ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഇവൻ നടത്തിയ എല്ലാ കൊലപാതകങ്ങളും യഥാർത്ഥത്തിൽ കൊലപാതകങ്ങളെക്കാൾ ഉപരിയായിട്ട് നിൽക്കുന്ന വലിയ വിശ്വാസവഞ്ചനയാണ്. അവരെ രണ്ടുപേരെയും കൊന്ന ഇവൻ്റെ ഗേൾ ഫ്രണ്ടിനെ അവൻ്റെ വീട്ടിലേക്ക് വരുത്തുകയാണ്. ആ പെൺകുട്ടി ഒരിക്കലും അറിയുന്നില്ല ഇവൻ കൊല്ലാൻ വേണ്ടി വിളിക്കുകയാണ്. അവനിലുള്ള വിശ്വാസം മൂലം അവൾ അവിടെ ചെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഇവൻ നീചമായിട്ട് അവളെയും ആക്രമിച്ചു, അവളും കൊല്ലപ്പെട്ടു. ഇവൻ്റെ അനുജൻ, അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല ചേട്ടൻ എന്നെ കൊല്ലുമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ അനുജൻ ഇവനെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. ആ പാവം പിടിച്ച പയ്യൻ ഇവൻ്റെ ഒപ്പം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇവനെ കാത്ത് കാലനിരിപ്പുണ്ട് എന്ന് അവൻ അറിഞ്ഞുകൂടാ. ഇവൻ അവിടെ വെച്ച് അവനെയും ഇതേപോലെ തന്നെ ആക്രമിക്കുമ്പോൾ ആ പയ്യൻ്റെ മനസ്സിൽ, അവൻ്റെ മനസ്സിൻ്റെ കോണിൽ പോലും ഇങ്ങനെ ഒരു ചിന്തയില്ല, എൻ്റെ ചേട്ടൻ എന്നെ കൊല്ലുമെന്നുള്ളത്. അപ്പോൾ ഈ വ്യക്തി കൊലപ്പെടുത്തിയ 5 പേരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ സ്നേഹിച്ചവരും ഇവനെ വിശ്വസിച്ചവരും ഇവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാത്തവരുമാണ്. ഇവൻ്റെ വീട്ടിലെ പ്രശ്നത്തിന് കാരണം ഇവൻ്റെ പിതാവും ഇവൻ്റെ മാതാവും ഇവനും മാത്രമാണ്. ബന്ധുക്കൾക്കൊരിക്കലും അതിൽ പങ്കില്ല, ഗേൾ ഫ്രണ്ടിന് പങ്കില്ല. അപ്പോൾ ഈ 5 പേരും ഇവനെ വിശ്വസിക്കുന്നുണ്ട്. ഇവൻ അവരെ ആക്രമിക്കുമ്പോൾ ഒരുപക്ഷെ അവർ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പോലും അവൻ തമാശ കാണിക്കുന്നത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ വിശ്വാസം മുതലെടുത്ത് ആ വിശ്വാസത്തെ തകർത്തുകൊണ്ട് വിശ്വാസ വഞ്ചന നടത്തിയ ഇവൻ ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ദുർബലനും അതുപോലെ തന്നെ ഏറ്റവും നീചനുമായിട്ടുള്ള ഒരു ക്രിമിനലാണ്. ഇത്തരക്കാർക്ക് ശിക്ഷ നൽകുമ്പോൾ അവർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം അനുസരിച്ച് തന്നെയുള്ള ശിക്ഷയായിരിക്കണം. കഴുത്ത് വെട്ടിക്കളഞ്ഞാൽ പോലും അതുപോലും മതിയാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒറ്റയടിക്ക് കൊല്ലുന്നതിന് പകരം ഇവനെ ഇഞ്ചിഞ്ചായിട്ട് ഇവൻ മരണത്തെ കൊതിച്ച് മോഹിച്ച്
ഞാനിന്ന് മരിച്ചെങ്കിൽ എന്നവൻ മോഹിക്കണം, എന്നാൽ അവന് മരണം കിട്ടരുത്. കാരണം മരണം കിട്ടിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും. അവൻ ചെയ്തത് വെറും കൊലപാതകങ്ങളല്ല, അവനവൻ്റെ ശത്രുക്കളെയല്ല കൊന്നത്. അവനെ വളരെയധികം സ്നേഹിച്ച, വിശ്വസിച്ച, പാപം പിടിച്ച ആൾക്കാരെയാണ് നിഷ്കരണം അവൻ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് എനിക്ക് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയോട് പറയാനുള്ളത്, ഇത്തരക്കാർക്ക് നൽകാൻ വേണ്ടി നിങ്ങൾ പുതിയ ശിക്ഷാ നിയമവ്യവസ്ഥകൾ കൊണ്ടുവരണം. ഇപ്പോൾ നിലനിൽക്കുന്ന പരമാവധി ശിക്ഷയായിട്ടുള്ള തൂക്കുമരണം ഇത്തരം പ്രതികൾക്ക് ഒരിക്കലും മതിയാവില്ല. ഒരിക്കലും മതിയാവില്ല.